എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഗുഡ് മോർണിംഗ്. ആണിപ്പോൾ. നീരവനെ സ്കൂളിലേക്ക് വിട്ടു കേട്ടോ. സ്കൂളിലേക്ക് വിട്ടിട്ട് ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ചേട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഇന്ന് ഇത്തിരി സംക്രാന്തി പണികളൊക്കെ ഉണ്ട്. അത് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അത് തിളച്ച് പോയിരിക്കുന്നു ഗായ്സ്. ഇതാ ഇത് കട്ടനാണ് കേട്ടോ. കട്ടൻ ചായ രാവിലെ വെക്കാനാണ്. നീരവ് വന്നിട്ട് പിന്നെ പാൽ ചായ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ചൂടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കാം, വൈകിട്ട് എടുക്കാം. അങ്ങനെ ചേട്ടന് ഇത്തിരി ചായയും എനിക്കിത്തിരി കാപ്പി അങ്ങനെ വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി ഞാൻ ചൂടുവെള്ളം തിളപ്പിക്കുമ്പോൾ അതിൽ പഞ്ചസാര ഇട്ടു കേട്ടോ. ഇനി ചായയിലും പിന്നെ കാപ്പിപ്പൊടിയും സെപ്പറേറ്റ് ഗ്ലാസ്സിലിട്ടിട്ട് ആ വെള്ളം ഒഴിക്കുക. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും പിന്നെ തക്കാളി ചട്നി ഉണ്ടല്ലോ, അതും കൂടിയായിരുന്നു കേട്ടോ സ്പെഷ്യൽ. പിന്നെ അതൊക്കെ ചേട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിക്കാനുള്ള പുറപ്പാടിലാണ്. ഇപ്പം നമ്മളിപ്പോൾ ദുബായ് ടൈമാണ് ഗൈസ് ഫോളോ ചെയ്യണത്. ഫുഡൊക്കെ കഴിച്ചു വരുമ്പോൾ 11 മണി ആവുന്നുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയല്ലേ പറയാൻ നിവൃത്തിയുള്ളൂ. പിന്നെ ഇത് ചൊവ്വാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടത്, അതിനെ പറയാം. അപ്പോൾ ചൊവ്വാഴ്ച ദിവസങ്ങൾ സ്പ്രൗട്ട്സാണ് കൊടുത്തു കൊണ്ടത്, മുളപ്പിച്ച ധാന്യങ്ങൾ. അപ്പം ഞാൻ മുളപ്പിക്കാൻ വിട്ടുപോയി. തലേ ദിവസം രാത്രി ഇട്ടുകൊണ്ട് ഇത്രേ മുളച്ചുള്ളൂ. അപ്പോൾ ചെറുപയർ, പയർ, പിന്നെ കുറച്ച് കുക്കുംബർ, അങ്ങനെ കുറച്ച് വെജിറ്റബിൾസ്, തക്കാളി, സബോള, അങ്ങനെ എല്ലാം കൂടെ കട്ട് ചെയ്തിട്ട് മല്ലിയിലൊക്കെ ഇട്ട് നാരങ്ങ നീര് ഒഴിച്ച് ഉപ്പിട്ടിട്ട് അങ്ങനെ ഒരു സാലഡ് രൂപത്തിലാക്കി നീരവന് കൊടുത്ത് വിട്ടിട്ടുണ്ട്. കഴിക്കുമ്പോൾ ഞാൻ കഴിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവന് രാവിലെ ഞാനൊന്ന് സാമ്പിൾ കൊടുത്തു നോക്കിയപ്പോൾ ഛർദ്ദിക്കാൻ വരണ പോലെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. കഴിച്ചാൽ മതിയായിരുന്നു. അതായത് ചായ അവിടെ കൊണ്ടു കൊടുക്കാൻ നോക്കിയപ്പോഴാണ് പ്ലേറ്റ് അവിടെ കാലിയിട്ടിരിക്കണം. ചായൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ തീർന്നു. ഇനി പ്ലേറ്റ് കൊണ്ടുവച്ചു. ഇനിയിപ്പോൾ എൻ്റെ സമയമാണ് കേട്ടോ. ഒരുമിച്ച് കഴിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സാഹചര്യം ഒത്തുവന്നത് ഇപ്പോഴാണ്. ചായയൊക്കെ റെഡി ആയി വന്നപ്പോൾ ഈ നേരമായി. എന്നാൽ പിന്നെ ചേട്ടൻ്റെ അപ്പളിക്കും കഴിഞ്ഞു. എന്നാൽ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാൻ വിചാരിച്ചു. ചേട്ടൻ്റെ അപ്പളിക്കും ഒരു സ്ഥലം വരെ പോവാണ്ട് കേട്ടോ. അങ്ങോട്ടല്ല, വണ്ടിയുടെ ഇൻഷുറൻസിൻ്റെ ഡേറ്റൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതൊന്ന് അപ്ഡേറ്റ് ആക്കണം, ഇൻഷുറൻസ് ശരിയാക്കണം. അപ്പോൾ അതിനൊന്ന് വണ്ടി കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടി പോവാണ്. അപ്പോൾ ചേട്ടൻ പോയി വരുമ്പോഴേക്കും ഞാൻ ഫുഡ് അടിച്ചിരിക്കാമല്ലോ. അപ്പോൾ ചേട്ടൻ ചായ ഒന്നും കുടിച്ചില്ല കേട്ടോ. ചൂടാന്ന് പറഞ്ഞാൽ അത് അങ്ങനെ വെച്ചിട്ട് പോവുക ചെയ്തത്. ഞാൻ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തീരുമാനിച്ചു. എന്തൊക്കെയോ ചേട്ടൻ ഇന്ന് സെർച്ച് ചെയ്ത് വെക്കാൻ നോക്കുന്നുണ്ട്. ഞാൻ വേഗം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. വിശന്ന് തലവേദന എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വണ്ടിയുടെ ചാവി റെയിൻകോട്ട് വേണ്ടേ? റെയിൻകോട്ടൊന്നും എടുക്കാണ്ട് പോകുന്നുണ്ട്. രാവിലെ റേഡിയോയിൽ പറയണ്ടായിരുന്നു 5 ദിവസം കനത്ത മഴയൊക്കെ ഉണ്ടാവുന്നു. എടുക്കാണ്ട് പോകുന്നുണ്ട്, എന്താവും എന്തോ. അപ്പം ഞാൻ എന്തായാലും പാത്രം കഴുകാൻ ലിക്വിഡ് ഇല്ലേ, അതൊന്ന് മേടിച്ചിട്ട് വരുമോ ചോദിച്ചിട്ട് അങ്ങനെ വിട്ടു. അമ്പട എന്താ പാട്ടില്ലേ, ഞാനത് അധികം വെച്ചില്ല കേട്ടോ. പിന്നെ ഞാൻ ദിയ കൃഷ്ണൻ്റെ വീഡിയോ എടുത്തു. അതിൽ ഡിസ്ചാർജ് ചെയ്യണത് ബേബീനെ വീട്ടിലേക്ക് കൊണ്ടുപോകണ ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചേ കണ്ടുള്ളൂ. പിന്നെ ഡെലിവറി സീനും ഇതൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുകയാണല്ലോ. വൈറലായല്ലോ എന്താ ഡെലിവറിയുടെ വീഡിയോ. അപ്പം ഞാനത് കണ്ടില്ല കേട്ടോ. എന്നോട് കുറച്ച് പേര് ഇങ്ങനെ ചോദിച്ചു, കണ്ടോ നീ എന്നൊക്കെ. അവരൊക്കെ കണ്ടു. അപ്പോൾ എനിക്ക് പേടിയെ കാണാൻ. അപ്പോൾ ഞാൻ കാണാനൊന്നും ശ്രമിച്ചില്ല. എന്തായാലും ഡിസ്ചാർജ് ചെയ്യണം കണ്ടിട്ട് ഞാൻ ഒതുങ്ങിയിരുന്നു. അപ്പോൾ അതാ പാത്രങ്ങൾ കഴുകുക. അപ്പോൾ സോപ്പും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് സോപ്പ് പൊടി ഇട്ട് പതപ്പിച്ചിട്ട് കഴുകിയെടുത്തു. സോപ്പ് പൊടി ആകുമ്പോഴേ കുറച്ച് ഇങ്ങനെ വഴുക്കലുണ്ടാവും. അപ്പോൾ നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കി എടുത്തു. ഞാൻ എൻ്റെ കുറച്ച് ഒതുക്കലും പിടിക്കലൊക്കെ റൂമിലൊക്കെ ഒരുവിധം ഞാൻ തീർത്തു കേട്ടോ. ഇനി എനിക്ക് അടുക്കള ഭയങ്കര വൃത്തികേടായി കിടക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര വൃത്തികേടാണ്. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നാളെ വൃത്തിയാക്കാമെന്നാണ് ഇവിടെ വിചാരിച്ചേക്കണം. കാരണം മനുചാരനും ചേച്ചിയൊക്കെ വരുന്നുണ്ട് ഉണ്ണീനെയൊക്കെ കൂട്ടി. അപ്പോൾ അവർ വരുമ്പോഴേക്കും എനിക്ക് ഹോളും പിന്നെ എന്താ പറയുക സ്റ്റെപ്പിൻ്റെ അവിടെയും ജെല്ലിയും ഒക്കെ ഒന്ന് ഫ്രണ്ട് ഭാഗം ഒന്ന് വൃത്തിയാക്കണം. അപ്പം ഞാൻ അതിന് കടന്നു. അതിൻ്റെ ഇടയിൽ ഇവിടെ കുറച്ച് പരിപാടികളുണ്ട്. അരി മാറിയപ്പോൾ ഞാൻ റൈസ് കുക്കറിൽ വയ്ക്കുമ്പോൾ ചോറ് അങ്ങോട്ട് വേവാത്ത പോലെ. അപ്പോൾ ഞാൻ കുക്കറിലിട്ട് രാവിലെ ഉച്ച വരെയൊക്കെ ഉള്ളത് കുക്കറിലിട്ട് അടിക്കുക. പിന്നെ രാവിലത്തേക്ക് വേറെ ചൂടാക്കി വയ്ക്കുക ചെയ്യണത് കേട്ടോ. അപ്പം രാവിലേക്ക് ഉണ്ടാക്കുക പറഞ്ഞാൽ കുറച്ചെല്ലാം ഉണ്ടാക്കുള്ളൂ. അപ്പോൾ അവർ വരുമ്പോൾ അവർക്കും കൊടുക്കണ്ടേ വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും ചോറ് വയ്ക്കുകയാണ് റൈസ് കുക്കറിൽ. ഇതിന് പ്രശ്നമില്ല. ഇപ്പം തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉച്ച
ആകുമ്പോഴേക്കും സെറ്റാവും. നേരത്തെ പറഞ്ഞല്ലോ ഞാനൊരു ഇൻട്രോ കൊടുക്കാൻ നിന്ന നേരത്താണ് പാല് തിളച്ച് പോയത്. അപ്പം ഞാൻ പിന്നെ ആ സ്റ്റൗവിൻ്റെ അവിടെ ഒന്ന് തുടച്ചപ്പോൾ ആ സ്റ്റൗവിൻ്റെ മുകളിൽ സംഭവമില്ലേ സ്റ്റാൻഡ്, അത് നന്നായി ഒന്ന് പാല് ആയിട്ടുണ്ടായിരുന്നു. അതൊന്ന് കഴുകി വെച്ചതാണ് കേട്ടോ. പിന്നെ അരി ഞാനത് ഒന്ന് വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടിയിട്ട് നേരം കൊണ്ട് ഞാൻ വേഗം വാഷ് ബേസിനൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കൈ കൊണ്ടല്ല, ബ്രഷ് കൊണ്ടാണ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ നല്ലപോലെ സോപ്പ് പൊടി ഇട്ടിട്ട് തന്നെ എവിടെയും കഴുകണ്, ഹാൻഡ് വാഷ് ഇട്ടിട്ട് കഴുകാറ്. അതിപ്പോൾ ആ അടിഭാഗം എത്തി. ഇനിയിപ്പോൾ വെറുതെ തീർക്കണ്ട വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ വാഷ് ബേസിൽ ഒന്ന് കഴുകി. പിന്നെ അവൻ്റെ പല്ല് തേക്കുന്ന കുഞ്ഞ് ബ്രഷ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് മൂല അരുത്തൊക്കെ എന്തെങ്കിലും അഴുക്കണേ പൊക്കോട്ട വെച്ചിട്ട് അതൊന്ന് വെച്ച് ഉരച്ച് കൊടുത്തു. പക്ഷെ അഴുക്കുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പോയി ക്ലീനായി. 5 മിനിറ്റോളം അങ്ങനെ പോയിട്ടോ. അങ്ങനെ ഞാൻ കൈ നല്ലോണം ഹാൻഡ് വാഷ് ഇട്ട് കഴുകുകയാണ്. വേറെ ഒന്നുമല്ല, ഇനിയിപ്പോൾ അരി കുതിർന്നിട്ടുണ്ടല്ലോ, അത് കഴുകണ്ടേ വിചാരിച്ചിട്ട്. കയ്യിലൊന്നും ഇല്ല, ബ്രഷ് കൊണ്ടാണല്ലോ എല്ലാം ചെയ്തെങ്കിലും എനിക്കൊരു തൃപ്തിക്ക് ഞാൻ കൈ ഇങ്ങനെ നല്ലോണം കഴുകും. എന്നിട്ട് ഞാൻ എന്താ അടുക്കളയിൽ പോയിട്ട് വെള്ളം ചൂടാക്കിയിട്ടുണ്ടായിരുന്നില്ല, വെള്ളം ചൂടാക്കണം, ചോറ് വയ്ക്കണം, അങ്ങനെ 2 പണിയുള്ളൂ. പിന്നെ ബീഫ് മേടിച്ച് വെച്ചിട്ടുണ്ട്, ഫ്രീസറിൽ വെച്ചേക്കാണ്. അതെടുത്ത് പുറത്തും കൂടെ വെക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പോൾ അത് ചെയ്യാം. ചോറിനുള്ള വെള്ളമൊക്കെ നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടാണ്. അപ്പോൾ പിന്നെ വേഗം അരി എടുത്തിട്ടിട്ട് പിന്നെ നമുക്ക് ഹോളിലേക്ക് പോവാം. അപ്പോൾ ഇതാ ഞാനൊരു നല്ല ഹാപ്പി ന്യൂസ്, എനിക്കെന്താ നല്ല സന്തോഷമായി, എല്ലാവരോടും കൂടെ പറയാൻ വിചാരിച്ചു. വീഡിയോസ് എന്താ അതിൽ പരസ്യങ്ങൾ വരാൻ തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ വെച്ച് നോക്കിയിട്ട് എനിക്കിത് കണ്ടില്ല. അപ്പോൾ കാണുന്നവരിങ്ങനെ പറഞ്ഞു തരുന്നു, എൻ്റെ ചേട്ടനൊക്കെ പറഞ്ഞു തരുന്നു, പിന്നെ അടുത്തുള്ള ആൻറ്റി. അപ്പോൾ അതെനിക്ക് നല്ല സന്തോഷമായിട്ടാണ്. എല്ലാവരുടെ വീഡിയോസിൽ ഇങ്ങനെ കാണാറുണ്ട്, എൻ്റെ വീഡിയോസിൽ അങ്ങനെയൊന്നും വരാറില്ല. ഇപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോയിലും കൂടെ ഇങ്ങനെ ആഡൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു കുഞ്ഞ് സന്തോഷം. അപ്പോൾ നമുക്ക് ടോട്ടൽ ഒരു 188ഓളം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എൻ്റെ ഇടയിൽ ഇതും കൂടി ആയപ്പോൾ കുറച്ചുകൂടെ സന്തോഷമായി. അപ്പോൾ ഞാൻ പരമാവധി വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇടാൻ ശ്രമിക്കുന്നുണ്ട്, വീഡിയോ എടുക്കണമൊക്കെ ഉണ്ട്. പക്ഷേ എഡിറ്റിങ് അങ്ങോട്ട് കംപ്ലീറ്റ് ആവാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ചെറിയ ബുദ്ധിമുട്ട്. അപ്ലോഡ് ചെയ്തിടാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തേക്ക് പോക്കും, സ്കൂളിലേക്ക് പോകാനുള്ള സാധനങ്ങൾ റെഡിയാക്കലും എല്ലാം കൂടി അങ്ങോട്ട് എത്തണില്ല. അതാണ് എഡിറ്റിങ് അങ്ങോട്ട് കംപ്ലീറ്റ് ആയി കിട്ടാത്തത്. ഈ ഇട്ട കൂട്ടത്തിൽ ഞാൻ വേഗം പോയിട്ട് വാഷ് ബേസിൻ്റെ അവിടുത്തെ മിററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അവിടെ സ്റ്റാൻഡ് കുറച്ചായി കഴുകിയിട്ട്. അപ്പോൾ അതിൽ നല്ലപോലെ പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകി. പിന്നെ ഇതാ ജല്ല കർട്ടനൊക്കെ ഞാൻ അഴിച്ചെടുത്തു കേട്ടോ. അതിൻ്റെ ഇടയിൽ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ചേട്ടൻ ബാക്കി ഉണ്ടായിരുന്ന ചായയൊക്കെ കുടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ജല്ലകളൊക്കെ ഒന്ന് തുടയ്ക്കാൻ തീരുമാനിച്ചു. വലിയ ഇതൊന്നുമില്ല, ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ തട്ടാറുണ്ട്. അടുക്കളയാണ് ഭയങ്കര ബോറായിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ പിന്നെ ഈ ഹോളിലെ മാറാലൊക്കെ ഒന്ന് തട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇടയിൽ ഇങ്ങനെ നേരം കിട്ടുമ്പോൾ ഓരോരോ പണിയുള്ള ഇടയിൽ ഓടിച്ചെന്ന് ചെയ്തിടുന്നു. അപ്പോൾ റൂമൊക്കെ അങ്ങനെ ക്ലീൻ ചെയ്താൽ കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഇതെന്തായാലും എടുക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ലപോലെ ഇടയിലൊക്കെ ഇങ്ങനെ മറ്റേ ഒരു വെള്ളം എന്താ പറയുക, പഞ്ഞി പോലത്തെ ഒരു സംഭവം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് തട്ടിമാറ്റി കളഞ്ഞു. മീനൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ ഇവിടെ എല്ലാവരുടെയും ഒരുവിധം ചങ്ങടാതി പണികൾ തുടങ്ങിയിട്ടോ. അപ്പോൾ എൻ്റെ ഇനിയിപ്പോൾ പെൻഡിങ് ആയിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ ഞാനും വിനേൻ്റെയൊക്കെ ഇങ്ങനെ ഒന്ന് വർത്താനം പറയുന്നുണ്ട്. അപ്പോൾ വിനേൻ്റെയും പറയുന്നുണ്ട് നീതുവിൻ്റെ വീഡിയോയിൽ പരസ്യം വരുന്നുണ്ടല്ലോ എന്നൊക്കെ. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്. അങ്ങനെ പിന്നെ ഇതാ യൂട്യൂബ് എന്തൊക്കെയോ പ്രോട്ടോകോൾ പുതിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടല്ലോ. ആവർത്തനം പാടില്ല, ആവർത്തനം അല്ലെങ്കിൽ ഞാൻ പരമാവധി ഇതിൽ ഇടാറില്ല. ഒരു എല്ലാം എന്താ പറയുക, ഒരു ചേഞ്ചൊക്കെ എനിക്കും കാണുമ്പോൾ ഇഷ്ടം. അങ്ങനെ മാറ്റങ്ങളുള്ള വീഡിയോ തന്നെയാണ്. പിന്നെ ഞാൻ എന്താ വാച്ച് അവേഴ്സൊക്കെ കൂടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്താ സംഭവം ഒന്നും അറിയില്ല. നമ്മളിത് തുടങ്ങിയപ്പോഴേക്കും ഇങ്ങനെ മാറ്റങ്ങൾ വന്നപ്പോൾ ഒരു വിഷമം. എന്താ പറയുക, ഉടുമ്പരിക്കണ പോലെ ഒന്നും നീങ്ങാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോഴേക്കും ഇങ്ങനെയൊക്കെ ചേഞ്ച് വരുത്തല്ലേ എൻ്റെ യൂട്യൂബ് ചേട്ടന്മാർ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ പഠിക്കാൻ ഇഷ്ടമല്ലല്ലോ. അപ്പം ഞാൻ വീട് ഒതുക്കാനും പിടിക്കാനൊക്കെ ഇരിക്കും. അപ്പോൾ ഞായറാഴ്ച ഇങ്ങനെ ജനലുകളൊക്കെ എനിക്ക് വൃത്തിയാക്കാൻ ഇഷ്ടമാണ്. ഇപ്പം എന്താണ് ഒരു ഇഷ്ടം തോന്നുന്നില്ല. അന്ന് ഇപ്പം അതിനോട് എടുക്കാൻ ഭയങ്കര മടി. എനിക്ക് തോന്നാൻ എല്ലാം കൂടി ഇങ്ങനെ ലോഡാവുമ്പോൾ നമുക്ക് മടി പിടിക്കണ തോന്നുന്നുണ്ട്. കാരണം എനിക്ക് എന്തോ കുറേ ഞാൻ ആവശ്യമില്ലാത്ത മുഴുവൻ എടുത്ത് തലയിൽ കയറ്റി വെക്കില്ല എൻ്റെ പണി. അതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് മടിയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. വീഡിയോ എടുത്ത് വെക്കും, എഡിറ്റ് ചെയ്യാൻ പറ്റണില്ല. ചിലപ്പോൾ എഡിറ്റ് ചെയ്തെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും, ഇനി അടുത്ത വീഡിയോ എടുക്കണം. അങ്ങനെ കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചില ദിവസം മട്ടാവുന്നുണ്ട് കേട്ടോ. വെറുതെ ചിരിക്കല്ല കേട്ടോ. അതാ അവിടെ മിനിയാൻ്റെ വർത്താനം പറയുന്നുണ്ട്. ഇതാ ഇപ്പോൾ മാലതീച്ച് വന്നിരുന്ന് വർത്താനം തുടങ്ങിയിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ കേട്ട് പണികളെടുത്തു. അത് കേട്ട് ഇങ്ങനെ എന്തെങ്കിലും
വർത്താനത്തിന് നിന്നില്ല കേട്ടോ. പണികളിൽ എടുക്കണ കൂട്ടത്തിലെല്ലാം കേട്ടു. പിന്നെ ഞാൻ ഉള്ളിൽ കയറി ഇതാ കണ്ടില്ല അവൻ്റെ ടോയ്സൊക്കെ ഞാൻ എപ്പോൾ ഒതുക്കി വെച്ചാൽ ഇതൊക്കെ തന്നെയാട്ടോ ഇവിടുത്തെ അവസ്ഥ. ഞാൻ ഒതുക്കാനും ഇവൻ വലിച്ചിടുക, വീണ്ടും ഒതുക്കുക, വീണ്ടും വലിച്ചിടുക, ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. അപ്പോൾ ഇതാ ഈ ദിവാങ്കോട്ട് വന്നപ്പോൾ ഇത്തിരി സമാധാനമുണ്ട്. ഈ അറ്റത്ത് കാണാൻ വണ്ടിയോളം ഇപ്പം അധികം തൊടണുള്ളൂ, എങ്കിലും തൊടായിയല്ല കൂടുതലും ഇതിലേക്ക് കൈ പോകണമെന്ന് മാത്രം. അങ്ങനെ ചിലപ്പോൾ ഈ വണ്ടികൾ തന്നെ ഉപയോഗിച്ച് കുറച്ച് ബോറടിക്കുമ്പോൾ വീണ്ടും ഇപ്പുറത്തേക്ക് കിടക്കും. സ്വാഭാവികം. ഞാനും ചേട്ടനും കൂടി ഇടയ്ക്ക് പറയണമുണ്ട് കേട്ടോ, നിൻ്റെ വണ്ടികൾ കൊണ്ട് നിൽക്കാനും നടക്കാനും സ്ഥലമില്ല എന്നൊക്കെ. അപ്പോൾ വണ്ടികളൊക്കെ നടന്നിട്ടുണ്ട്, ഇനിയിപ്പോൾ എവിടെ കയറ്റി വയ്ക്കാനാണോ, ഇനി വണ്ടി മേടിക്കില്ല എന്നൊക്കെ തന്നെയാണ് ചേട്ടൻ പറയുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ അത് ഒതുക്കണ കൂട്ടത്തിലാണ് ഞാൻ ഇവിടെ നിന്നൊരു സൗണ്ട് കേട്ടത്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഒന്ന് ഓടി വന്ന് വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ പതിമുഖം ഇടാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് പതിമുഖം ഇട്ട വെള്ളം ഇപ്പം എന്തോ ഇത് ശീലിച്ചിട്ടാണ് തോന്നുന്നു, എനിക്ക് ഈ വെള്ളം പച്ചവെള്ളം കുടിക്കുമ്പോൾ വേറെ എന്തോ ടേസ്റ്റ് തോന്നുക. ഇത് കുടിച്ചാലാണ് ശരിക്കും എനിക്ക് വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് തോന്നണുള്ളൂ. അതെൻ്റെ വായയുടെയാണോ അത് വെള്ളത്തിൻ്റെയാണോ എന്താ മനസ്സിലാവണില്ല. അപ്പം ഞാൻ വേഗം പതിമുഖം കൊണ്ടുവന്നിട്ടു. എന്നിട്ട് വീണ്ടും ഞാൻ പണിയിലേക്ക് ബാക്ക് ടു നമ്മുടെ പണി. അങ്ങനെ എന്താ നമ്മുടെ ബ്ലാങ്കറ്റാണ് കേട്ടോ, അത് ചേട്ടൻ കൊണ്ടുവന്നതാണ്. നല്ല കട്ടിയാണ് കേട്ടോ, അത് പൊക്കാൻ തന്നെ 2 ആൾ വേണം, എന്നാലും ഞാൻ ഒറ്റയ്ക്ക് പൊക്കി ഇത് അങ്ങനെ വിരിച്ചിടും. എൻ്റെ മനസ്സിൽ മുഴുവൻ അവർ വരുമ്പോഴേക്കും എനിക്കിത് വേഗം തീർക്കണം എന്നുള്ള ചിന്തയിലാണ് കേട്ടോ ഞാൻ നിൽക്കണത്. വേഗം പണികൾ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ദിവാങ്കോട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് അതങ്ങോട്ട് വെച്ചു. ഇതാ കസാരയുടെ ഉള്ളിലൊക്കെ നല്ല മാറാലുണ്ട്, അതൊക്കെ ഒന്ന് തട്ടി. പിന്നെ ഇതാ ഈ ഇത് ജല്ലാമത്തെ ഇത് പൊടി വലിയ കാര്യമായിട്ട് തോന്നിയിട്ടില്ല. നിലത്ത് നോക്കിയപ്പോൾ നല്ലോണം പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ ആ സൈഡൊക്കെ അടിച്ചതിന് ശേഷം എനിക്ക് ഓർമ്മ വന്നു, അയ്യോ ഞാൻ മേശ തുടച്ചില്ലല്ലോ എന്ന്. അപ്പോൾ മേശ തുടയ്ക്കാൻ നിന്നു. അതിൻ്റെ ഇടയിൽ ചേട്ടനെ വിളിക്കുന്നുണ്ട് കേട്ടോ, എന്തോ കുളി കഴിഞ്ഞു ഡ്രസ്സിൻ്റെ എന്തോ കാര്യം ചോദിക്കാനാണ് തോന്നുന്നു, എവിടെയാണ് വെച്ചേക്കണേന്ന് ചോദിക്കാൻ. അപ്പോൾ ഞാൻ അത് പറഞ്ഞു. എന്നിട്ട് വീണ്ടും ഇതന്നെ ഈ സാധനങ്ങളൊക്കെ ചെടികളൊക്കെ ഒന്ന് പുറത്ത് വെയിൽ കൊള്ളാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ, അതൊക്കെ ഉള്ളിലെടുത്ത് വെക്കുകയായിരുന്നു. അപ്പോഴും മാലതീച്ച് അവിടെ നിന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നിൽക്കാൻ സമയമില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോന്നു. അപ്പോൾ സനേഷേട്ടൻ പറഞ്ഞിട്ടാട്ടോ ഈ പുറത്തിരുന്ന ചെടി ഉള്ളിലേക്ക് വീണ്ടും കൊണ്ടുവന്ന് വെച്ചത്. അങ്ങനെ 3 ചെടികളും ഒരുമിച്ച് ഇങ്ങനെ വെച്ചു. 3 എണ്ണം ഒറിജിനലാണ് കേട്ടോ. ആ വേറൊരു കളർ ചെടി ഉണ്ടല്ലോ, അത് മാത്രമേ ഡ്യൂപ്ലിക്കേറ്റ് ഉള്ളൂ. അങ്ങനെ ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വളമൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചേട്ടനും കൂടെ പുറത്തേക്ക് പോയി വരുമ്പോൾ NPK മേടിച്ചു, ചകിരിച്ചോട് മേടിച്ചു, എല്ലാം കൂടി ഒന്ന് ഫില്ല് ചെയ്തു കേട്ടോ. ചകിരിച്ചോട് പിന്നെ ഇൻഡോർ പ്ലാന്റ്സിന് പ്രധാന ഒരു വെള്ളത്തിൻ്റെ അംശം എന്തായാലും ഈ ഇതും കൂടി ഇടുമ്പോൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ കുപ്പി ഞാൻ അവിടെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചു, അത് ഞാൻ ജല്ലാമയ്ക്ക് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ കർട്ടൻ കൂടി ഇല്ലാത്തതുകൊണ്ട് വല്ലാണ്ട് അങ്ങോട്ട് വെളിച്ചായി പോയി ഹോളിൽ. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമ്മുടെ ഇത്. അപ്പോൾ ചേട്ടൻ വന്നിട്ട് വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റാൻ പറഞ്ഞു. ആ പച്ച ചട്ടി ഉണ്ടല്ലോ, അത് ഈ അറ്റത്തേക്ക് വെക്കാൻ പറഞ്ഞു. അതൊക്കെ ഇടയിൽ ഞാൻ ഒന്ന് മാറ്റി വെച്ചു കേട്ടോ. അങ്ങനെ മേശയൊക്കെ ഒന്ന് വൃത്തിയാക്കിയപ്പോൾ വീണ്ടും പൊടി വീണു. അപ്പോൾ ഞാൻ വീണ്ടും അടിച്ചു. ഇനി അതൊക്കെ അടിച്ച് കോരിയിട്ട് വേണം. ഇനിയിപ്പോൾ നമ്മുടെ കുതിര ഇത് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പുതിയ നമ്മുടെ മെമ്പറാണ് നമ്മുടെ വീട്ടിലെ. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കാനുണ്ടായിരുന്നു, കുറച്ച് ഇതായിട്ടിരിക്കുന്നു. അപ്പോൾ നല്ലപോലെ എണ്ണയൊക്കെ തേച്ച് ഒന്ന് തിളക്കി എന്താ പറയുക വെളുപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനുള്ള പരിപാടിയിലേക്കാണ്. അപ്പോൾ ഇത് നല്ലോണം ഞാൻ നല്ലോണം പരട്ടി കൊടുത്തു. നല്ലെണ്ണ അതിൻ്റെ ഇടയിൽ ഞാൻ ഓടിപ്പോയിട്ട് എടുത്തുകൊണ്ട് വന്ന് പിന്നെ ചേട്ടൻ അവിടെ ഇരുന്നിട്ട് എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം. ചേട്ടനാണ് വീഡിയോ എടുത്ത് തരണം. അതിൻ്റെ ഇടയിൽ കുറേ ഇങ്ങനെ വർക്കുകളുണ്ട്, അതിൻ്റെ ഇടയിലൊക്കെ എണ്ണ ഇങ്ങനെ ആവണം എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ അവിടെ ഇരുന്നിട്ട് എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്, ക്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലപോലെ അങ്ങോട്ട് വൃത്തിയാക്കി വെച്ചു. കാരണം എനിക്കിഷ്ടമാണ് വന്ന് കയറുമ്പോൾ കാണുന്നത് ഇതൊക്കെയല്ലേ. അപ്പോൾ കുറച്ച് ഭംഗിയിലിരുന്നോട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മറ്റേ കടനെല്ല് എന്തോ കൂട് കൂട്ടിയിട്ടുണ്ട്, അതൊന്ന് ചേട്ടൻ ഉരച്ച് കളഞ്ഞ് തന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ അങ്ങനെ അത് സ്റ്റാൻഡും ഞാൻ വെക്കാൻ നോക്കിയപ്പോൾ എനിക്ക് പറ്റണില്ല. അപ്പോൾ ചേട്ടൻ ഇങ്ങോട്ട് തായൊന്നും നശിപ്പിക്കാണ്ട് എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ അത് മേടിച്ചു. എന്നിട്ട് ചേട്ടൻ അത് ഫിറ്റ് ചെയ്ത് തന്നു കേട്ടോ. അപ്പോഴാണ് ഇത് ചേട്ടൻ ശരിക്കും കണ്ടത്. എന്നിട്ട് കത്തി മേടിച്ചിട്ട് നല്ലോണം ഒന്ന് ഉരച്ച് കളഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ കുതിരക്കുട്ടീനെയും പിന്നെ ഒട്ടകത്തിനെയൊക്കെ എടുത്ത് നല്ലോണം ഒന്ന് ഉരച്ചു. എണ്ണ തേച്ചപ്പോൾ നല്ല തിളക്കം വന്നിട്ടോ. എനിക്ക് ഇതിനെപ്പറ്റി വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ തിളങ്ങണ കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. ചെടികൾ വാങ്ങിയ കൂട്ടത്തിൽ ഇതാ ഇങ്ങനെ 2-3 ചട്ടികൾ വെള്ളച്ചട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചട്ടി നമ്മൾ ഇങ്ങോട്ടാട്ടോ വെച്ചത്, ഈ സ്റ്റാൻഡിൻ്റെ മുകളിൽ വെച്ചു. പിന്നെ ഒരു ഒട്ടകവും കുതിരയും അതിൻ്റെ 2 അപ്പുറത്തുമായിട്ട് വെച്ചു. അപ്പോൾ കാണാൻ നല്ല സ്റ്റൈലുണ്ട്. അങ്ങനെ എന്താ പറയുക, നമ്മുടെ വീട്ടിൽ പുതിയ സാധനങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ കാണാൻ നല്ല രസമാണ്. വന്ന് കേടുമ്പോഴും വാവ് എന്നുള്ളൊരു
ഇത് വന്നെങ്കിലോ എൻ്റെ മനസ്സിലിങ്ങനെ ഓരോന്നൊക്കെ തോന്നുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവസാനത്തിൽ നല്ല ഭംഗിയായിട്ടോ കാണാൻ. ഇതാ ഞാൻ ലാസ്റ്റ് ഒരു ക്ലോസപ്പിലൊരു വീഡിയോ കാണിച്ച് തരാം. എന്താ നല്ല തിളക്കത്തിലൊക്കെ വന്നു, നല്ല ഭംഗിയാണ് നമ്മുടെ ഒട്ടകത്തിനൊക്കെ കാണാൻ. അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെയായി. പിന്നെ ഞാൻ അവിടെ ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ ഇങ്ങോട്ട് റൂമിലേക്ക് വന്നു. അവിടെ കുറേ തുണികൾ ഇങ്ങനെ ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഒതുക്കണം എന്ന് 2 ദിവസമായി ഞാൻ വിചാരിക്കുന്നു, നടക്കണില്ല അങ്ങോട്ട്. അപ്പം ഞാൻ എന്തായാലും കിട്ടിയ ചാൻസിൽ അതും കൂടെ ഒന്ന് ഒതുക്കിയെടുത്തു. അപ്പോൾ ഞാനെപ്പോഴും ഇവർ വന്നിട്ടില്ല, ഇപ്പോൾ ഒരു 11:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴും ചേട്ടൻ ചേച്ചിയൊന്നും വന്നിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ റൂമിൽ കുറച്ചും കൂടെ പണിയുണ്ട്, അതും കൂടെ തീർക്കാം. അങ്ങനെ തുണികളൊക്കെ ഒന്ന് ഒരുവിധം ഇത് ഉണങ്ങി കിട്ടാനാണ് ബുദ്ധിമുട്ട്. ആ ഉണങ്ങാത്ത തുണികളും ഞാൻ ഇവിടെ സ്റ്റാൻഡിൽ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒരുവിധം സെറ്റായിട്ടുണ്ട്. തുണികളും ഉണങ്ങിയിട്ടുണ്ടോയെന്ന് ഇപ്പോൾ മനസ്സിലാവണില്ല, തൊട്ട് നോക്കുമ്പോഴൊന്നും മനസ്സിലാവണില്ല. അപ്പം ഞാൻ ഇതുവരെ കറിയൊന്നും വെച്ചില്ല കേട്ടോ. എന്താ പറയുക, രാവിലെ പയറില്ലേ, ഉണക്കപ്പയർ, അത് കറി പോലെ കുറച്ച് ചാറായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കോവക്കായും വെച്ചിട്ടുണ്ടായിരുന്നു, ഉപ്പേരി. അപ്പം അതാണ് ഇരിക്കുന്നത്. ഒരു ചേട്ടനും ചേച്ചിയൊക്കെ വരുമ്പോഴേക്ക് ബീഫ് ശരിയാക്കണം എന്നാണ് ഇപ്പോൾ വിചാരിക്കണത്. ഞാൻ ഓടിപ്പോയിട്ട് ഇങ്ങനെ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോഴും ഒരു മാറ്റമില്ല എന്ന് പറഞ്ഞാൽ ഒരു മാറ്റമില്ല കേട്ടോ. ഞാൻ വിചാരിച്ചത് ഈ മീനൊക്കെ നമ്മൾ അരമണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ വേഗം മെൽറ്റായി കറി വയ്ക്കാനുള്ള രൂപത്തിലാവുന്ന. പക്ഷേ ഈ ബീഫ് എന്തോ നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് അതൊന്നും അങ്ങോട്ട് സെറ്റായില്ല. കുറേ നേരം വെള്ളത്തിലിട്ടൊന്നും ശരിയായില്ല. ഞാൻ എന്നിട്ട് ഇടയിൽ തിളച്ച വെള്ളമൊക്കെ എടുത്ത് ഒഴിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ എന്തോ ശരിയായില്ല കേട്ടോ. കുറേ നേരം വന്നു. അതൊന്നും നേരെ കിട്ടെ. ഇനിയിപ്പോൾ ഈ പണി ചെയ്യില്ല. നമുക്കൊരു പണി കിട്ടുമ്പോഴാണല്ലോ നമ്മൾ ആ പാഠം പഠിക്കുക. അങ്ങനെ ഞാൻ അതവിടെ വെള്ളത്തിൽ തന്നെ വെച്ചിട്ട് അത് വേഗം കിട്ടും എന്നുള്ള, കറി വയ്ക്കാൻ കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ അങ്ങനെ നിൽക്കണത് കേട്ടോ. അങ്ങനെ ഞാൻ ജല്ലാമത്തെ പൊടിയൊക്കെ തട്ടി കർട്ടനൊക്കെ അഴിച്ച് വാഷിംഗ് മെഷീനിൽ ഇടാൻ നിൽക്കുമ്പോഴാട്ടോ ചേട്ടനും ചേച്ചി വന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ അവസാനമാകുമ്പോൾ നീതു എന്നൊരു വിളിയും കേൾക്കുന്നുണ്ട്. അങ്ങനെ അവർ വന്നപ്പോൾ വീഡിയോ ഒന്നും കൊടുത്തില്ല. പിന്നെ അതാ ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയായിരുന്നേ. ഈ ഹൂസിൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. അപ്പോൾ അതിന് നല്ലൊരു ഫോട്ടോ എടുത്താലോ എന്നൊക്കെയുള്ള ആലോചനയിലാണ് ഞാൻ. അതിൻ്റെ ഇടയിൽ പോയി ഡ്രസ്സൊക്കെ മാറി നമ്മൾ പുഴയിലേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ സനേഷാൻ്റെ കയ്യിലേക്കൊക്കെ ഈ ഹൂ പോയിട്ടോ. അപ്പോൾ അവർ കമ്പനി ബ്ലാക്ക് ഷീപ്പ് ഹാവ് യു അറിയോ? ഇംഗ്ലീഷ് പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. നമ്മുടെ വീടിന്റെ മുറ്റത്ത് വെച്ചിട്ട് അവളെ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോൾ അവള് പിന്നെ നിന്നൂട്ടോ കണ്ണാടിക്ക് വെച്ച്. ഇവിടെ എത്തിയപ്പോൾ മണ്ണ് നല്ല തന്നെയായിരുന്നു. ചേച്ചി ഞാനൊക്കെ കൂടി കുറേ ചിരിപ്പിക്കാൻ നോക്കി, രക്ഷയുണ്ടായിരുന്നില്ല. നല്ല ഫോട്ടോ ഒന്നും കിട്ടിയില്ല കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സനേഷാനെ കളിയാക്കണ സനേഷാനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ക്ലിക്കായി വരുമ്പോഴേക്കും ചേട്ടൻ വീഡിയോ ഇടില്ല. 2 ദിവസം ഇട്ടാൽ പിന്നെ 3-ാമത്തെ ദിവസം ഇടില്ല. അങ്ങനെയാണ് ചേട്ടൻ. അപ്പോൾ ചേട്ടനോട് ചോദിക്കുമ്പോൾ പുതിയ സംഭവങ്ങളൊന്നും മേടിച്ചിട്ടില്ല. അപ്പോൾ അൺബോക്സിംഗ് ആണ് മെയിനായിട്ട് ആൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ കളിയാക്കി കിടന്നു തുടങ്ങിയത്. പുഴയിന്ന് മണ്ണൊക്കെ മാന്തി വായലിടാൻ തുടങ്ങിയപ്പോൾ നമ്മൾ വേഗം എടുത്തിട്ട് പിന്നെ കേക്ക് ഉണ്ടല്ലോ, അത് ബുക്കിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഏതാ വേണ്ടേ ഒരു കേക്ക് പീസ് ടേസ്റ്റ് ചെയ്യാനും കൂടെ കിട്ടിയിട്ടോ. ഉച്ചയ്ക്ക് നല്ല വിശപ്പുള്ളതുകൊണ്ടേ 1 മണിക്ക് ആവാറായിട്ടുണ്ട് കേട്ടോ. നല്ല വിശപ്പ്. അപ്പോൾ ഇത് കഴിക്കണതിൻ്റെ ഇടയിൽ പഠിച്ചാണ് അവർ ചോദിക്കട്ടെ എവിടെ എനിക്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനും കൂടി വേറെ വഴിക്ക് വിട്ടു എന്ന് പറഞ്ഞാൽ പോരെ. നമ്മളതെന്നെ കഴിച്ചുകൊണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും കൂടെ കഴിച്ച് അതങ്ങോട്ട് തീർത്തെടുത്തു. അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ പിടിക്കലോ അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് നല്ല രസം നടന്നു. വേറൊന്നുമല്ല, എന്താ കട്ടിങ് പീസ് ബർത്ത്ഡേക്ക് കട്ട് ചെയ്തിട്ട് അവർ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എത്ര എണ്ണം വേണമെന്ന് പറയുമ്പോൾ അവരത് കൊണ്ടുവന്ന് തരും, അവരെന്നെ കട്ട് ചെയ്തിട്ട്. അപ്പോൾ ഏത് ഫ്ലേവറാണ് വേണ്ടതെന്ന് നമ്മളൊന്ന് നോക്കിയതാണ്. അതിൻ്റെ കൂട്ടത്തിൽ നീരവിന് എന്തെങ്കിലും മിഠായി എടുത്താലോ പറഞ്ഞിട്ട് ചേട്ടൻ ഒരെണ്ണം എടുത്തു കേട്ടോ, കോലും മിഠായി. അതിൻ്റെ ഇടയിൽ നല്ല രസമല്ലേ. നീരവിൻ്റെ ഒരു 2ാമത്തെ ബർത്ത്ഡേക്ക് ഇവിടെ തന്നെയാണ് കേട്ടോ നമ്മൾ കേക്ക് ഓർഡർ ചെയ്തത്. മനുചേട്ടനും മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പം ഇരിക്കണ കേക്ക് എന്താ പറയുക, ഡമ്മിയാ തോന്നുന്നു. ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഇരിക്കണേ ഏതാണെങ്കിലും പറഞ്ഞാൽ അവർ ആ മോഡൽ ചെയ്ത് തരും. അപ്പോൾ ഞാൻ മിഠായിയൊക്കെ നോക്കിയിട്ട് പിന്നെ അടങ്ങി വീട്ടിലേക്ക് പോവാണേ.
അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് വന്ന് ഫുഡൊക്കെ കറിയൊക്കെ വെച്ച് ഫുഡ് അടി കഴിയുമ്പോഴേക്കും ഒരു 4 മണിക്ക് ആവാറായിട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നീരവ് വന്നത്. അങ്ങനെ ഈ ഹൂസും നീരവും കൂടി നല്ലൊരു ട്രിപ്പ് മോഡിലാണ് അവർ ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുക. നമ്മളത് വീഡിയോ എടുത്ത് അവരുടെ പുറകെ നടക്കുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.